അയ്യാടാ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ A to Z ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എന്താ വന്നിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ തലയിലൊരു കൂടയുണ്ട്. ആ കൂടയിൽ കുറേ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്. എല്ലാം വെറൈറ്റി ഐറ്റംസാണ്. ഒക്കെ നാരടങ്ങിയ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നാര് വർഗ്ഗങ്ങളായ കിഴങ്ങുകളാണ്. അപ്പോൾ നമ്മൾ ഓരോ കിഴങ്ങുകളിലും നമ്മൾ പരിചയപ്പെടുത്തി തരാൻ പോവാണ്. എന്നിട്ട് ആ കിഴങ്ങുകളിൽ നമ്മൾ പുഴുങ്ങിയിട്ട് നമ്മൾ അടിപൊളിയായിട്ട് കട്ടൻ ചായയൊക്കെ വെച്ച് നമുക്ക് കഴിക്കാനുള്ള പരിപാടിയാണ്. കാണിച്ച് നോക്കട്ടെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. അപ്പോൾ ചേട്ടായിമാരെ, നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഇതാണ്. 1, 2, 3, 4, 5, 6, 7 ഐറ്റം കിഴങ്ങ് വർഗ്ഗങ്ങളുണ്ട്. ഓരോന്ന് പരിചയപ്പെടുത്താൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തട്ടിലോട്ടിടാം. ചേമ്പാണ് അത്. നമ്മൾ ചേമ്പ് ഒരു 3 പീസ് ഉണ്ട്. 3 പീസ് ചേമ്പുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ ചക്കരക്കിഴങ്ങാണ്. അതായത് നമ്മുടെ മധുരക്കിഴങ്ങ് എന്ന് പറഞ്ഞാൽ സ്വീറ്റ് പൊട്ടാറ്റോ എന്ന് പറയുന്ന സാധനമാണ്. അത് നമ്മൾ പരിചയപ്പെടുത്തണം 3 എണ്ണം. ഇത് നമ്മൾ 3 ചെറുകിഴങ്ങാണ്. ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിലർ ഓരോരുത്തരും ഓരോ പേരിൽ പറയും. നമ്മുടെ ഇവിടെയൊക്കെ ചെറുകിഴങ്ങ് എന്നാണ് പറയാതെ, കാണാൻ നല്ല ഭംഗിയും കിഴങ്ങ് കഴിക്കാനുള്ളത്. പിന്നെ ഒരു 3 കൂർക്കക്കിഴങ്ങുണ്ട്. ഇതെല്ലാവരും കഴിക്കുന്ന സാധനമാണ് കൂർക്കക്കിഴങ്ങ്. പിന്നെ ഒരു കപ്പയുണ്ട്. ഇതൊരു കപ്പ, അതായത് മരച്ചീനി, കൊള്ളി, പൂള എന്നൊക്കെ പറയുന്ന ഒരു മരച്ചീനി ഉണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ കൂവക്കിഴങ്ങുണ്ട്. ഇതാണ് കൂവക്കിഴങ്ങുണ്ട്. അത് വെച്ചു. പിന്നെ ഇതാണ് അടിപൊളി വെറൈറ്റി വേറെ സാധനമാണ്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആർക്കും അറിയില്ല. ഇത് നമ്മുടെ കൂമ്പാണ്, പനങ്കൂമ്പ്. അപ്പോൾ ഈ പനങ്കൂമ്പാണ് ലാസ്റ്റ് വയ്ക്കുന്നത്. അതും വെച്ചു. വെല്ല പോവാ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് നമ്മളൊരു കഴുകിയെടുക്കാൻ പോകണം നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ. നമുക്ക് ഇത് തൊണ്ട് പൊടിക്കണം കേട്ടോ. ഇത് നമ്മുടെ കൂമ്പല്ലേ. ഓടാ. കുറച്ച് നമുക്ക് കല്ലുപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ലൈറ്റായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മൾ മൂടി വയ്ക്കാൻ പോകുന്നു കേട്ടോ. വെള്ളം എടുത്തിട്ട് വാ. എന്നാ എടുത്തിട്ട് വാ. അപ്പോൾ നമ്മുടെ സാധനങ്ങൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട്, തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വേട്ടെ. What are you doing, man?
ഇതാടാ തിളച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ ചേട്ടായിമാരെ. പക്ഷെ ഇതിലൊരു പ്രത്യേകത ഉണ്ടെന്നാണെന്നറിയോ, ഇതിൽ നമ്മൾ 7 കൂട്ടം സാധനം ഇട്ടതേ. ഓരോ സാധനങ്ങൾ ഇത്രയും പെട്ടെന്ന് വേകുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ നമ്മളത് തപ്പി നോക്കാൻ പോവുകയാണ്, ഏതാ വെന്തിരിക്കുമെന്ന് നോക്കട്ടെ. നമ്മുടെ കത്തി കൊണ്ട് നോക്കിയിട്ട് ചേമ്പ് പകുതി വന്നിട്ടുണ്ട്. അതാ ഇത് ചക്കരക്കിഴങ്ങാണ്, ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഇത് മെല്ലെ എടുത്തിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം. അല്ലെങ്കിലേ ചക്കരക്കിഴങ്ങ് നീ വേറെ ഇനി എവിടെ കിടക്കണേ. ഇതാ ഇത് ചക്കരക്കിഴങ്ങാണ്. അത് നമ്മളെടുത്തു സെറ്റാക്കിയിട്ട് അവനൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കത്തിച്ചിട്ടേ അപ്പം തീ കത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മൾ പഴയ പോലെ മൂടി വയ്ക്കാൻ കേട്ടോ. അപ്പോൾ ചേട്ടായിമാരെ നമ്മുടെ ഏകദേശം നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ വെന്ത ഒരു ലെവലാണ് കാണുന്നത്. ഏകദേശം നമ്മുടെ ആളുകളൊക്കെ തിളച്ച് നല്ല സെറ്റായിട്ട് ആ പൂളക്കിഴങ്ങൊക്കെ നല്ല വെന്ത് വിടർന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങളെ നമ്മൾ ഊറ്റിക്കളയാൻ പോകണം, വെള്ളമൊക്കെ ഊറ്റിയിട്ടേ, എന്നാലേ നമുക്കത് സെറ്റാവുള്ളേ. വെള്ളമേ നീ എവിടെ ഊരും, അവിടെ ഊറ്റിക്കളയും കേട്ടോ. അയ്യോ ചൂട് 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 ചൂട്. നല്ല ചൂടുണ്ട്. അപ്പോൾ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ നമ്മൾ ഊറ്റി ചുട്ട് നമുക്ക് തട്ടിലോട്ട് കൊട്ടാൻ പോകാൻ കേട്ടോ. നമ്മുടെ കിഴങ്ങ് ചേട്ടായിമാരെ അയ്യടാ നന്നായിട്ട് വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കൊടുത്തോ? വായ തുറക്കണ്ട, നീ കടിച്ചോ? കടി കഴിക്കാൻ പറ്റിയ വെന്തിട്ടുണ്ടോ? ചെറുതായിട്ട് വേറെ വെന്ത കിടക്കണോ? ഒരുപാട് വന്നിട്ടില്ല. ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാലേ നല്ല കൂവ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേറൊരു ഐഡിയയാണ് ആലോചിച്ചത്. ഒന്നുണ്ടോ? സാധാ കഴിഞ്ഞ പോലെ തന്നെ ഉണ്ടല്ലേ, സാധാ കഴിഞ്ഞ പോലെ തന്നെ ഉണ്ട്. ലേബ്ര 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 ആ ചക്കരക്കിഴങ്ങ് എൻ്റെ ഫേവറേറ്റ്. അടിപൊളിയുണ്ട്. ഇത് കൂവക്കിഴങ്ങാണ്. നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ അത്യാവശ്യം കിട്ടുന്ന സാധനമാണ്, എല്ലാവിടെയും കിട്ടില്ല. ഇത് നല്ല ഔഷധ ഗുണമുള്ള സാധനമാണ്. ഇതിൻ്റെ പൊടി കുഞ്ഞു കുട്ടികൾക്ക് കൂളൊക്കെ ആക്കിയിട്ട് കൊടുക്കും. വയറ് കേട് വരാതിരിക്കാനും വയറ് നന്നായി മോശം പോകാനും കാര്യങ്ങൾക്കൊക്കെ ഉപകാരമുള്ള നല്ലൊരു സാധനമാണ് കൂവക്കിഴങ്ങ്. അതുപോലെ തന്നെ നന്നായി നാര് അടങ്ങിയ ഒരു ഭക്ഷണമാണ്. ഒരു ശരീരത്തിന് ഏറ്റവും നല്ല സാധനമാണ്. പെട്ടെന്ന് അവിടെയും കിട്ടില്ല. അപ്പോൾ ഇതൊന്ന്, അയ്യോ ഇതാണ് ചേമ്പ്. ഇതൊക്കെ മുതൽ സാധനമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളാരും കഴിക്കില്ല, എല്ലാവർക്കും ഇത് അയ്യേ പറയും. പക്ഷേ പൊടി സാധനമാണ്. കഴിച്ചാലല്ലേ ഫുഡൊന്നും വേറെ വേണ്ട. അയ്യോ പോയി തൊണ്ടും കൂടെ വേണ്ട. കഴിച്ചാലേ കഴിച്ച പോലെ ഉണ്ടാവും അല്ലേ മേഡം? ഇത് നമുക്ക് സാമ്പാർ അതുപോലെയുള്ള എല്ലാത്തിലും വെക്കാൻ പറ്റും. നമുക്കതുപോലെ പുഴുങ്ങി കഴിക്കാൻ ഏറ്റവും അടിപൊളി നാടൻ ചെമ്പാണ്.
ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. പറയാനുണ്ട് പറഞ്ഞാലും. നെക്സ്റ്റ് എന്താ ഇതാ ഇത് എന്ത് വേണ്ട, ചെറുകിഴങ്ങല്ലേ. ഇത് ചെറുകിഴങ്ങാണ്. ചെറുകിഴങ്ങ് പിന്നെ നോക്കട്ടെ. ചെറുകിഴങ്ങ് എന്ന് പറഞ്ഞ പ്രത്യേകത, ഇതിന് പ്രത്യേകിച്ച് എനിക്ക് പ്രത്യേകത ഒന്നും അറിയില്ല. പക്ഷേ ഇത് ഇതേപോലെ തൊണ്ടൊക്കെ കളഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കടുക് വറുത്ത നല്ല ടേസ്റ്റാണെന്ന് പറയുന്നിട്ടുണ്ട്. ഇതിങ്ങനെ നാര് കാര്യങ്ങൾ ഒക്കെ അടങ്ങിയ നല്ല അടിപൊളി സാധനമാണ്. ഇതല്ല വിഷാംശം തീരെ ഇല്ലാത്ത, അത് ചേമ്പ് കിഴങ്ങ് കഴിച്ചു നോക്കി, വിഷാംശം തീരെ ഇല്ലാത്ത അടിപൊളി സാധനമാണ്. വയസ്സായിരുന്നോടോ ഒരു എല്ലാം ഒന്നിനൊന്ന് മെച്ചം, ഒന്നിനൊന്ന് ടേസ്റ്റ്, വെവ്വേറെ ടേസ്റ്റ് വരും. കഴിച്ചു നോക്കാം. തൊണ്ടോളാം. അപ്പം ഞാൻ 2 കഴിഞ്ഞ് 3 കഴിഞ്ഞു. ഇത് കൂർക്കക്കിഴങ്ങ്, അവിടെ കൂർക്കക്കിഴങ്ങ്, ഇത് കൂർക്കക്കിഴങ്ങ് ഞാൻ 2-3 എടുത്തിട്ടാണ്. പക്ഷേ അയ്യോ ഉപ്പ് ക്ലിയറായി പിടിച്ചില്ല. പക്ഷെ കൂർക്കനെ പിന്നെ പറയേണ്ട കാര്യമില്ല. അതായത് ഇനി മെയിനായിട്ട് ഇത് കഴിഞ്ഞു. ഇത് നമ്മുടെ ഐസ്ക്രീം പറഞ്ഞ് നോക്ക്, ഐസ്ക്രീം പോലെ ഇല്ലേ കാണുമ്പോൾ. അതായത് നമ്മുടെ ഏറ്റവും ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുക്കടാ. ഇങ്ങോട്ട് വന്ന് പറഞ്ഞു കൊടുക്കണം. ഇത് ഐസ്ക്രീം എന്ന് പറയുന്ന അടിപൊളി സാധനമാണ്. ഐസ്ക്രീം അല്ല, ഐസ്ക്രീം പോലെ ഇല്ലേ. ഇത് ഏറ്റവും നമ്പർ 1 പനങ്കൂമ്പാണ്. അടിപൊളി അത്യുഗ്രൻ, ശരീരത്തിന് പോഷകാഹാരമായ നല്ല അടിപൊളി സാധനമാണ്. ഇവിടെ കിട്ടില്ല. നല്ല പറഞ്ഞാൽ പോലെ കഴിക്കണം. ഞാൻ കഴിക്കാൻ പോലെ നന്നായി. ഇതാ തൊണ്ട് കളയണം. ഇതാണ് മുതല സാധനം. നല്ല നാരുണ്ട്, കണ്ടോ, നല്ല നാര് അടങ്ങിയുള്ള സാധനമാണ്. അടിപൊളി മോനെ. അയ്യോ വേറൊരു കാര്യം പറഞ്ഞു, നമ്മളിതിൻ്റെ ഇടയിൽ കൂടെ കഴിക്കാൻ വേണ്ടിയുള്ള സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെടുത്ത് കേട്ടോ. ഇത് നമ്മുടെ തേങ്കുറിശ്ശിയിലെ സാധനമല്ല കേട്ടോ. ഇതൊന്നാം തരം നല്ല കട്ടൻ ചായയാണ്. നല്ല മധുരം ഇട്ടിട്ടില്ല, കുഴപ്പമില്ല. നമ്മൾ കട്ടൻ ചായയും ഇതാ ഉദ്ദേശിച്ചത്. ഒന്നും പറയാനില്ല, കിട്ടു. മരച്ചീനി കപ്പ പറയുന്ന സാധനം നമ്മൾ ഒട്ടി തൊട്ടിട്ടില്ല, ബാക്കിയെല്ലാം ടേസ്റ്റ് ചെയ്തു. ഇത് മാത്രമല്ല, ഇതിന് ടേസ്റ്റ് നോക്കിയില്ല. നമ്മുടെ ചക്കരക്കിഴങ്ങും സ്വീറ്റ് പൊട്ടാറ്റോ തൊണ്ട് കളഞ്ഞിട്ടോ. നോക്കിയ നല്ല നല്ല ബീഫും പൂളക്കിഴങ്ങ് പുഴുങ്ങിയതും ഇവിടെ ഉണ്ട്. നല്ല വെന്തുണ്ട്. അടിപൊളി. ഉപ്പ് കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. മതി അടച്ചിട്ട് പോയാ കഴിഞ്ഞു. സ്വീറ്റ് പൊട്ടാറ്റോ ചമ്മന്തിയായി ഫസ്റ്റിലെ. പക്ഷേ എനിക്ക് തന്ന ഇഷ്ടപ്പെട്ടാന്ന് അറിയാമോ, കൂമ്പ് അടിപൊളിയായിട്ട് നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോ എന്നാ എനിക്കങ്ങോട്ട് ബോധിച്ചത് ഈ സാധനം ഒരു രക്ഷയില്ല. അയ്യോ ഇവര് ചീത്ത വരാൻ തുടങ്ങി. ഇനി ഇതൊക്കെ തിന്ന് കഴിയുമ്പോഴേക്ക് സമയം 9 മണിയാവും. അപ്പോൾ അല്ല രാത്രി 9 അല്ല ഇതൊക്കെ ഇനി ഫുള്ളായി കഴിച്ചു കഴിഞ്ഞാൽ രാത്രി 9 മണിയാവും. അപ്പോൾ നമ്മൾ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, എന്താ വെച്ചാൽ നിങ്ങളെ ഓരോന്ന് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ അത്യാവശ്യം നമ്മൾ കഴിക്കാനുള്ള പരിപാടിയിൽ പോയിക്കൊണ്ടിരിക്കും, തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാത്തിനും ടേസ്റ്റ് നോക്കി ഓരോ കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. കുറച്ച് കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ.
എല്ലാത്തിൻ്റെ കാര്യങ്ങളും എനിക്കും പറയാനൊന്നും അറിയില്ല. ചിലതൊക്കെ ഗ്യാസുള്ള സാധനങ്ങളാണ്. ഈ സാധനമൊക്കെ ഇല്ലേ ഗ്യാസ് ഉള്ളവർ കഴിച്ചാൽ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് അതുപോലെ പൂളക്കിഴങ്ങ്, ഇതൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്, ഇതൊരു പ്രത്യേക, എല്ലാം ഒരു പ്രത്യേക ടേസ്റ്റുള്ള സാധനമാണ്. എനിക്കിപ്പോൾ കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ഗുമ്മ് തോന്നിയത് കൂമ്പ് ആൻഡ് പൂവ. നീ പോടാ. അപ്പോൾ ചേട്ടായിമാരെ ഇനി കൂടുതൽ നമ്മൾ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ കുഞ്ഞു വീഡിയോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഒന്നും നമുക്ക് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊന്നും നിങ്ങൾ അയച്ചു തരുന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാം വൃത്തിയായിട്ട് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളൊക്കെ നമുക്ക് അയച്ചു തരണം. അയച്ചു തരുമ്പോൾ മാത്രമേ നമുക്കൊരു വീഡിയോസ് ഇടാനൊക്കെ നമുക്കൊരു ഉഷാർ കാണുള്ളൂ. ആ ഉഷാറുണ്ടാകുമ്പോഴേ നമ്മൾ നല്ല ഉഷാറുള്ള നല്ല അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മൾ വീഡിയോ സെറ്റ് ചെയ്ത് അയച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക. എന്നാൽ പോട്ടെ, ബൈ.